ഇംപ്രൂവ്മെൻറ്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇന്റർസെക്റ്റിംഗ് അറ്റ് ദ എക്സ് ആക്സിസ് അറ്റ് ദ ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഒറിജിൻ വിത്ത് സ്ലോപ്പ് -2. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഒരു ലൈൻ്റെ ഇക്വേഷൻ അത് ഇന്റർസെക്റ്റിംഗ് അറ്റ് ദ എക്സ് ആക്സിലാണ് അത് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. 3 ഡിസ്റ്റൻസ് അറ്റ് 3 യൂണിറ്റ്സ് ലെഫ്റ്റ് ഓഫ് ഒറിജിൻ, അതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞത്. ഈ ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റിലായിട്ടാണ് എക്സ് ആക്സിൽ അത് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ -30 ആയിരിക്കും. പിന്നെ പറഞ്ഞിട്ടുണ്ട് ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, ഇതിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് -2 നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ സ്ലോപ്പ് -2 നമുക്ക് തന്നിട്ടുണ്ട്. ഇന്റർസെക്റ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് m നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 തന്നിട്ടുണ്ട്. അപ്പം ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലെ പോയിന്റ് -30 ആണ്. അപ്പം നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? എക്സ് ആക്സിൽ ഒരു ലൈൻ മീറ്റ് ചെയ്യുന്നതിനാണ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞത്. ആ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം -3 ആണെന്ന് കിട്ടും. അപ്പം സ്ലോപ്പും അറിയാം, എക്സ് ഇൻ്റർസെപ്റ്റും അറിയാമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏതാ കൊച്ചുങ്ങളെ? y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് d ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഓർത്ത് വയ്ക്കുക, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒറിജിൻ അടയാളപ്പെടുത്തി. ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റാന്ന് പറഞ്ഞു കഴിയുമ്പോൾ -0 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. അവിടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -30 വരും. അപ്പം എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് ശരിക്കും ഈ -30. അപ്പം എക്സ് ഇൻ്റർസെപ്റ്റ് -3 വരും. സ്ലോപ്പ് നമുക്ക് ഓൾറെഡി -2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നാൽ y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് d ആണ്. അപ്പോൾ y ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ -2 ആണ്. എക്സ് മൈനസ് d എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുത്ത് y ഈക്വൽ ടു -2 ഇൻറ്റു എസ് പ്ലസ് 3 വരും. ഇത് മൈനസും പ്ലസ് വരും. ഇനി ഇതിനെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു -2x -6 വരും. ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം, ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രോഡക്റ്റ് ചെയ്യുക. ഇവിടെ y ഈക്വൽ ടു -2x -4 വരും. അപ്പോൾ ആ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും മക്കളെ? y + 2x -6 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +6 വരും, ഈക്വൽ ടു 0 വരും. ഇതിനെ ഓർഡറിൽ എഴുതുവാണെങ്കിൽ 2x + y + 6 ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2x + y + 6 ഈക്വൽ ടു 0 ആയിരിക്കും. ഓർത്ത് വെക്കണം. ഇപ്പോൾ എക്സ് 0 ഒറിജിൻ അടയാളപ്പെടുത്തണം. ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ് ഫ്രം ലെഫ്റ്റാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, റൈറ്റാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്നത് എന്താണ്? എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്. എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് -3. സ്ലോപ്പ് ഓൾറെഡി നമുക്ക് -2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും തന്നാൽ ഏതാണ് ഇക്വേഷൻ? അപ്പോൾ y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് d. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കും. നമ്മുടെ ഇക്വേഷനാണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ഫുഡ് ഓഫ് ദി പെർപെൻഡിക്കുലർ ഒക്കെ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്കപ്പോൾ ഈ പാസ് ചെയ്യണ പോയിന്റും ഈ ലൈനും വെച്ച് നമ്മൾ ആദ്യം അതിൻ്റെ ഫിഗർ വരയ്ക്കണം. അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളിവിടെ 1 2 അടയാളപ്പെടുത്തി. Q എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുക. ഈ R കൊടുക്കുക. ആൽഫ ബീറ്റ വരും. അതായത് നമ്മൾ ഒരു കാര്യം ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിഴൽ ആ പ്ലെയിൻ കഴിഞ്ഞിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ അപ്പുറം വന്ന് വീഴുന്നത്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് 1 2 ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കോർഡിനേറ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഫുഡ് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയും. ഈ R എന്ന് പറഞ്ഞാണ് ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ലൈൻ നമുക്ക് ഓൾറെഡി തന്നിട്ട് ഏതാണ്? x - 3y + 4 ഈക്വൽ ടു 0 ആണ്. അതിന് നമ്മൾ പേര് കൊടുത്തു AB എന്ന് പറയുന്ന ലൈൻ കൊടുത്തു. ഇനി നോക്കിക്കേ, ആദ്യം നമ്മൾ ഇമേജ് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ഒരു പോയിന്റ് ഓഫ് Q കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ഓഫ് Q ആണ് പുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ Q ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല വെച്ച് ഇമേജ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ കോർഡിനേറ്റ് Q കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലൈൻ AB-യും ഈ ലൈൻ PQയും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് Q അല്ലേ? അപ്പോൾ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ആദ്യം ഫസ്റ്റ് വൺ ഇക്വേഷൻ ഓഫ് എ ലൈൻ PQ കണ്ടുപിടിക്കും. ഇക്വേഷൻ ഓഫ് എ ലൈൻ PQ കണ്ടുപിടിക്കണം. PQവിൻ്റെ ലൈൻ കണ്ടുപിടിക്കും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ AB തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ ഓഫ് AB തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈൻ PQയും ABയും കൂടെ സോൾവ് ലൈൻ AB ആൻഡ് PQ. ഈ രണ്ട് ലൈൻസ് തമ്മിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഏത് കിട്ടും? Q കിട്ടും. ആ Q കിട്ടിക്കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കിയേ മക്കളെ, ഈ ലൈൻ AB നമുക്ക് തന്നിട്ടില്ലേ?
ഇവിടെ ആകെ പാസ് ചെയ്യണ പോയിന്റ് മാത്രമേ നമുക്കറിയാമുള്ളൂ. ഈ പാസ് ചെയ്യണ ഒരു പോയിന്റ് വെച്ച് മാത്രം നമുക്ക് ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ ലൈൻ പി ക്യൂവിൻ്റെ സ്ലോപ്പ് വേണം നമുക്ക്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് എന്താണോ അതിൻ്റെ നമ്പറും സൈനും ഓപ്പോസിറ്റ് ആകുമ്പോൾ പി ക്യൂ കിട്ടും. കാരണം എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് പി ക്യൂ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഓഫ് അതായത് സ്ലോപ്പ് ഓഫ് എ ലൈൻ എ ബി കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് ലൈൻ എ ബി കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അപ്പം മൈനസ് എ ബൈ ബി വരും. അപ്പം -1 ഡിവൈഡഡ് ബൈ -3 വരും. കാരണം എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പം നമുക്ക് -a ബൈ ബി ഉപയോഗിച്ച് -1 ഡിവൈഡഡ് ബൈ -3 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 വരും. അപ്പോൾ ആ ലൈൻ എ ബിയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 കിട്ടും. സ്ലോപ്പ് ഓഫ് എ ലൈൻ എ ബി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? പി ക്യൂവിൻ്റെ ലൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ ദെയർഫോർ എന്താണ് സ്ലോപ്പ് ഓഫ് പി ക്യൂ? എന്താണ് സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത്? ഈ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലറിലെ പി ക്യൂ എന്ന് പറയണേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -3 വരും. കാരണം ഇത് 1/3 ആണെങ്കിൽ ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -3 ആയിരിക്കും. അപ്പം എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് തന്നു കഴിഞ്ഞാൽ പി ക്യൂ എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 1/3 കിട്ടിക്കഴിഞ്ഞാൽ നേരെ സൈനും ഓപ്പോസിറ്റ് ആക്കണം, നമ്പറും ഓപ്പോസിറ്റ് ആക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 വരും. അപ്പോൾ ഇവിടെ നോക്കിയേ പാസ് ചെയ്യണ പോയിന്റും ഈ -3യും കിട്ടിയ ഇക്വേഷൻ ഓഫ് എ പി ക്യൂ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഓഫ് എ ലൈൻ പി ക്യൂ എഴുതണം. ലൈൻ പി ക്യൂ വരും. എന്താണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ? പാസ് ചെയ്യണ പോയിന്റ് 1, 2 തന്നിട്ടുണ്ട്, സ്ലോപ്പ് m -3 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ y - y1 = m × x - x1 വരും. അപ്പം ഏതാണ് y - y1 എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ് ചെയ്യണ പോയിന്റ് 1, 2 ആണ്. ഇത് x1, ഇത് y1. അപ്പോൾ -2 വരും. m എന്ന് പറഞ്ഞാൽ എന്താണ്? -3 വരും. x - x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വരും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ വരും. y - 2 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -3x വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +3 വരും. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നെഗറ്റീവ്, ഈ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന് ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്നാ വരും? y - 2 + 3x - 3 = 0 വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 3x + y - 5 = 0 കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഈ ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ വരച്ചിട്ട് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അത് നമുക്ക് -a ബൈ ബി ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് 1/3 കിട്ടും. അങ്ങനെ 1/3 കിട്ടിക്കഴിഞ്ഞാൽ ഈ ലൈൻ പി ക്യൂ പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -3 വരും. കാരണം എന്താ? m1 × m2 = -1 ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ത് കിട്ടും? -3 കിട്ടും. നമ്പറും ഓപ്പോസിറ്റ് ആക്കണം, സൈനും ഓപ്പോസിറ്റ് ആക്കണം. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പാസ് ചെയ്യണ പോയിന്റ് 1, 2 അല്ലേ? സ്ലോപ്പ് m -3 അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഏത് വരും? y - y1 = m × x - x1 കൊടുക്കണം. അപ്പോൾ y - y1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വരും. 2 ഇവിടെ വരും. m എന്ന് പറഞ്ഞാൽ -3 വരും. x - x1 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ഇതിനെ പ്രോഡക്റ്റ് ചെയ്യണം, ഇതിനെ പ്രോഡക്റ്റ് ചെയ്യണം. -3x വരും, ഇത് +3 വരും. ഇതിനെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? 3x + y - 5 = 0 കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ പി ക്യൂ എന്ന് പറഞ്ഞ ലൈനും എ ബിയും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് ക്യൂ. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ഓഫ് ഏത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് ഓഫ് പി ക്യൂ കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതാണ്? ഈ ലൈൻ പി ക്യൂ ആൻഡ് ലൈൻ എ ബി സോൾവ് ചെയ്യണം. ഇപ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ നമുക്ക് ഓൾറെഡി ലൈൻ എ ബി എന്നാ? x - 3y + 4 = 0 ആണ്. ലൈൻ പി ക്യൂ എന്താ? 3x + y - 5 = 0 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 3 ചെയ്താൽ ഇതെന്താവും? 3x ആവും, -9y ആവും, +12 = 0 വരും. ഈ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ഈ രണ്ട് ടേം ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 3x വരും, ഇവിടെ -9y വരും, ഇവിടെ +12 വരും. കണ്ടോ? എന്താ? നമ്മൾ നേരെ ഇതിൻ്റെ താഴെ എഴുതും. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ആയില്ലേ? അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ 0 ആയി പോകും. ഈ +y -9y കൂടെ കുറയ്ക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു +10y വരും. കാരണം നമ്മൾ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ y + 9y വരും, അപ്പോൾ 10y വരും. ഇത് -5, ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ആകുമ്പോൾ -5 -12 വരും. അപ്പോൾ -17 വരും = 0. അപ്പോൾ 10y = 17 വരും. അപ്പോൾ y = 17 / 10 വരും. അപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടും.
അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ നമുക്ക് 17/10 കിട്ടി. y ഈക്വൽ ടു 17/10 കിട്ടി. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊടുത്ത് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x - 3y + 4 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ വൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? x - 3 × 17/10 + 4 ഈക്വൽ ടു 0 വരും നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ. അത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x വരും. ഇവിടെ ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യണം. 3 × 17 വരും /10 വരും. ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആവും. അങ്ങനെ തന്നെ എഴുതാം. ഈ 10 നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10x അങ്ങനെ തന്നെ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 51 വരും. ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -14 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ 10 ഇപ്പുറത്തേക്ക് പോയി, ഈ 4 നമ്മൾ അപ്പുറത്തേക്ക് വിട്ടു. അപ്പോൾ 10x 3 × 17 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 51 വരും. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ വന്ന 4 നേരെ ഇങ്ങോട്ട് പോയി. അപ്പോൾ -10 കിട്ടി. അപ്പോൾ 10x ഈക്വൽ ടു ഈ -15 അപ്പുറത്തേക്ക് വരുമ്പോൾ -14 + 51 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 11 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാന്ന് നോക്കിയാൽ 10x ഈക്വൽ ടു 11 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 11/10 വരും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ എക്സ് നമുക്ക് കിട്ടിയത് 11/10 വന്നു. വൈ നമുക്ക് കിട്ടുന്ന ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 17/10 ആയി. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കാം. നമ്മുടെ പി എന്ന് പറഞ്ഞ പോയിന്റ് 1, 2 ആണ്. ഇത് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? 11/10 എഴുതി 17/10 നമ്മൾ ഈ പടത്തിൽ തന്നെ എഴുതണം കേട്ടോ. ആർ ഈക്വൽ ടു ആൽഫ ബീറ്റ. ഇനി നമ്മളിത് ഏതാണ്? ഇത് ശരിക്കും ഈ കൂടാതെ ഈ പെർപെൻഡിക്കുലർ കിടക്കണം എപ്പോഴും മിഡിലായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് ഏത് കണ്ടുപിടിക്കണം? ആൽഫ + ബീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മുടെ x1 y1 ആയി y1 ആവും. ഇത് നമ്മുടെ x2 y2 ആവും. ഇത് നമ്മുടെ xy ആവും. അപ്പോൾ നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈക്വൽ ടു x1 + s2 / 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നോക്കണം. ആൽഫ + 1 ഈ പടത്തിൽ നോക്കിക്കൊണ്ട് തന്നെ എഴുതാം. നമുക്ക് ആൽഫ + 1 / 2 എന്നൂടെ പറയാം. ആൽഫ + 1 ഇങ്ങനെ എപ്പോഴും അടയാളപ്പെടുത്തണം കേട്ടോ. ആൽഫ + 1 / 2 ഈക്വൽ ടു 11/10 വരും. 11/10 വരും. അപ്പോൾ നമ്മൾ ഇതെന്തായിരുന്നു നോക്കി? ആൽഫ + 1 ഈക്വൽ ടു ഇത് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ 22/10 വരും. അപ്പോൾ ആൽഫ ഈക്വൽ ടു 22/10 - 1 വരും. അപ്പോൾ 22 - 10/10 വരും. അപ്പോൾ 12 / 10 വരും. അപ്പോൾ നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞ ഇമേജ് കിട്ടും. ഇനി അടുത്തത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയേ? ബീറ്റ + 2, അതായത് ബീറ്റ + 2 / 2, അതായത് x1 y1 + y2 / 2. അപ്പോൾ ബീറ്റ + 2 / 2 ഈക്വൽ ടു 17/10 വരും. അപ്പോൾ നമ്മൾ നോക്കുക, വേണമെങ്കിൽ ഒരു കണ്ടോ 10 ഇവിടുന്ന് വെട്ടിക്കളയാം, 5 എഴുതാം. അപ്പോൾ നമുക്ക് ബീറ്റ + 2 എന്ന് പറയുന്നത് 17 / 5 വരും. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 17 / 5 - 2 വരും. അപ്പോൾ 17 - 10 / 5 വരും. 17 - 10 എന്ന് പറഞ്ഞാൽ 7 വരും. അപ്പോൾ 7 / 5 വരും. അപ്പോൾ നമ്മുടെ ഇമേജ് എന്ത് കിട്ടിയെന്ന് നോക്കിയേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇമേജ് എന്ന് പറയുന്നത് ആദ്യം കിട്ടിയത് 12/10. 12/10 നമുക്ക് വേണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 അല്ല 2 2 വെട്ടിക്കളയാം. അങ്ങനെ എഴുതിയാലും മതി. 7/5 വരും. ദാറ്റ് ഈസ് ഈക്വൽ 12/10. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/5 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 12ന് നമുക്ക് 4 × 3 എഴുതാം. അവിടെ 4 അല്ലെങ്കിൽ 6 × 2 എഴുതാം. ഇവിടെ 10ന് നമുക്ക് 5 × 2 എഴുതാം. അപ്പോൾ 6/5 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 6/5 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഈ ഒരു ആദ്യം തന്നെ വലിയൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്നിട്ട് ഈ പടം വരച്ച് ഇവിടെ അടയാളപ്പെടുത്തണം. എന്നിട്ട് മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം നോക്കി? ഇതിങ്ങനെ പറഞ്ഞാൽ മതി, പടത്തിൽ തന്നെ പറയണം. ആൽഫ + 1 / 2 ഈക്വൽ ടു ഇത്. അടുത്ത ബീറ്റ + 2 / 2 ഈക്വൽ ടു 17/10. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്, അതായത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്.